ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഡൗട്ടാണ്. എൻ്റെ അടുത്ത് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: ഏത് സമയത്ത് മാനിഫെസ്റ്റ് ചെയ്താലാണ് പെട്ടെന്ന് ഗോൾസുകൾ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അതിനുള്ളൊരു ഉത്തരമാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 24 മണിക്കൂറും നമ്മുടെ ഉപബോധ മനസ്സ് തുറന്നിരിക്കുകയാണ്. നമ്മൾക്ക് അതിനു മുൻപേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് 2 തരം മനസ്സുണ്ട്. ഒന്നാമത്തേത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് 24 അവേഴ്സും തുറന്നിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ട്രാവൽ പ്ലാൻ ചെയ്യുന്നെങ്കിൽ, നാളെ നമ്മൾ ഒരു സിംഗപ്പൂർ പോകണു എന്നൊരു ട്രാവൽ പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു ടൂറ് പോകുന്നു എന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, തലേനാൾ അലാറം വെക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുന്നെയെങ്കിലും നമ്മൾ എഴുന്നേൽക്കും. എന്തുകൊണ്ടാണത്? ആരാണ് നമ്മളെ ഉണർത്തുന്നത്? നമ്മളെ ഉണർത്തുന്നത് നമ്മുടെ ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളെ ഉണർത്തുന്നത്. അപ്പോൾ 24 മണിക്കൂറും നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശരിക്കും ഒരു സുഹൃത്തെന്ന് പറയാം ഈ ഉപബോധ മനസ്സ്. ബോധ മനസ്സെന്ന് പറയുന്നത് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ മാത്രം. ഇപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോഴും നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ബോധ മനസ്സോടുകൂടിയാണ് കേൾക്കുന്നത്. നമ്മൾ ഉറങ്ങണ സമയത്ത് ബോധ മനസ്സും ഉറങ്ങുന്നുണ്ട്. പക്ഷേ ബോധ മനസ്സും ഉപബോധ മനസ്സും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് കാലത്ത് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയവും ഉറങ്ങാൻ പോകുന്ന ആ ഉറക്കത്തിലേക്ക് എത്തുന്ന ആ സമയവുമാണ് ഈ ബോധ മനസ്സും ഉപബോധ മനസ്സും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത്. ആ സമയം നമ്മളൊരു ആൽഫ സ്റ്റേറ്റിലായിരിക്കും. ആൽഫ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാതി ഉറക്കത്തിലായിരിക്കും. ആ പാതി ഉറക്കത്തിൽ നമ്മൾക്ക് ബോധത്തോടുകൂടെ നമ്മളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മളുടെ മൈൻഡിലേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഇതെല്ലാം നമ്മളെപ്പോൾ എഴുതണമെന്ന് പറയുന്നത്. കാലത്ത് ഉറങ്ങി എണീച്ച് ഉടനെ നമ്മൾ പ്രെയർ ചെയ്യണമെന്നും അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഉണർന്ന് എഴുന്നേൽക്കുന്ന ആ സമയത്താണ്. അതുപോലെ ഉറങ്ങാൻ പോകുന്ന സമയവും വളരെയധികം പ്രാധാന്യമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം ഇതാണ്: ഏത് സമയത്താണ് നമ്മൾ കൂടുതൽ നമ്മളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട സമയമെന്ന് പറയുന്നത് കാലത്ത് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയവും കിടക്കുന്ന ആ സമയത്ത് നമ്മൾ അഫർമേഷൻസ് പറയുക, വിഷ്വലൈസേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് എഫക്റ്റീവ് ആവും എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ 24 അവേഴ്സും നമ്മുടെ ഉപബോധ മനസ്സ് ഓപ്പണാണ്. 24 അവേഴ്സും നമ്മൾ കൊടുക്കുന്ന ഓരോ ചിന്തകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. 24 അവേഴ്സിലും ഉപബോധ മനസ്സ് ഓപ്പൺ ചെയ്തിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന നമ്മൾ നല്ല കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് കടന്നു ചെല്ലുന്ന ചിന്തകൾ എങ്ങനെയായിരിക്കും? നല്ലതായിരിക്കും. ഇതെല്ലാം മാനിഫെസ്റ്റ് ആവുന്നുമുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന എന്ത് ചിന്തകളാണോ അത് ആദ്യം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തു തുടങ്ങും. അപ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങളും നല്ല തോട്ട്സുകളും കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നല്ല ബോധത്തോടെ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ചിന്തകൾ കൊടുക്കാൻ ശ്രമിക്കുക. കിടക്കുന്ന ആ ടൈം നമ്മുടെ ഗോൾസുകളും അഫർമേഷൻസുകളും കിടക്കുന്ന സമയവും ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയവും അവിടെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്. താങ്ക് യു. ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.